ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനപ്പോൾ നാസറാക്കാൻ്റെ കടയിലാട്ടോ. അപ്പോൾ ഞാനിന്നോട് വന്നതാണ്. ഞാനും ഷാനും ഷബീറും കൂടെ പാട്ട് പാടാൻ സ്റ്റുഡിയോ പോയിരുന്നു. അപ്പോൾ നേരെ ആ കൊപ്പത്ത് കൂടെ പോന്നു, പട്ടാമ്പി കൊപ്പത്ത് കൂടെ കേട്ടോ. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടി ഉഷാറായിട്ട് വന്നു. അപ്പോൾ നാസറാക്കാൻ്റെ കടയിൽ വന്നതാണ് കേട്ടോ. നാസറാക്ക അപ്പുറത്താണ് അവിടെ കട. നാളെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായില്ല, കഴിഞ്ഞ പ്രാവശ്യം ഒരു കടയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൊപ്പത്ത്. ആ കടയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട്, സാറല്ലേ? അപ്പോൾ മക്കളെ എല്ലാവരും ചോറൊക്കെ തിന്നോ? ഭക്ഷണം കഴിച്ചിരിക്കുകയാണോ? ഇപ്പം എല്ലാവർക്കും ഭയങ്കര ചൂടല്ലേ, നോമ്പൊക്കെ ആവാറായി തുടങ്ങല്ലേ മക്കളെ എല്ലാവർക്കും. നല്ല ചൂടാണ്, വെയിലത്തേക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ ചൂട് എൻ്റെ പൊന്നു മക്കളെ വേക്കോയോ. അങ്ങനെയുണ്ട്, നല്ല നല്ല ചുരിദാറുകളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടമായ കളറതൊക്കെ, നല്ല മുന്തിരി കളർ ചുരിദാറുകളൊക്കെ. ഇതൊക്കെ പിറ്റാണ്, വേണ്ടവർക്ക് ഞാൻ അടിച്ചു കൊടുക്കുകയെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ 1999 രൂപ, നല്ല വർക്കുള്ള ചുരിദാർ തന്നെ കേട്ടോ. അടിപൊളിയാണ്, ഇഷ്ടമായിട്ടോ. എനിക്ക് നാസറാക്കൊന്ന് അടിച്ചു തരും. എൻ്റെ ശീല പോലത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ആ ശീല ഇപ്പോൾ കാണാനില്ലെന്ന് തോന്നുന്നു. കടയുടെ പേര്. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക, നോമ്പൊക്കെ വരവേൽക്കുക, അത്ര തന്നെയാണ്. അപ്പോൾ നമുക്കൊരു പാട്ട് പാടിയാലോ? എന്ത് പാട്ടാണ് പാടണ്ട കേട്ടോ? മധുവർണ്ണ പൂവാണില്ലോ നറുനില പൂമോളല്ലേ, മധുരപ്പാതീനേഴിൽ ലെങ്കി മാറിയുന്നോളെ, ലെങ്കി മാറിയുന്നോളെ, ലെങ്കി മാറിയുന്നോളെ. മധുവർണ്ണ പൂവാണല്ലോ നറുനില പൂമോളല്ലേ, മധുരപ്പാതീനേഴിൽ ലെങ്കി മാറിയുന്നോളെ, ലെങ്കി മാറിയുന്നോളെ, ലെങ്കി മാറിയുന്നോളെ. പുതുമാരൻ ഷമീറിൻ്റെ പൂമാല ചൂടിയ പെണ്ണേ പുതുമാരൻ ഷാനു ഷമീറിൻ്റെ പൂമാല ചൂടിയ പെണ്ണേ, നെഞ്ചത്തിൽ അഴകുണ്ടോ പഞ്ചാരച്ചിരിയുണ്ടോ സെലുമോളെ, സെലുമോളെ. ആരും പാട്ടുന്നില്ല, അപ്പം ഞാൻ തന്നെ പാടിക്കുകയാണ് സാരൂനെയും കുത്തിക്ക്. എല്ലാവരും ഇപ്പം നിങ്ങൾ കല്യാണം കേൾക്കുകയാണ്, കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ തന്നെ പാട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പാടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടുക, ലൈക്ക് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പൊന്നു മക്കളെ, ചോറൊന്നും കഴിച്ചില്ല. ചോറെല്ലാവരും മസാല ദോശ കഴിച്ചു, പാട്ടൊക്കെ പാടി വന്നിട്ട് നമ്മുടെ സ്ഥാനത്ത് കടയിൽ നല്ല ഓട്ടായിരുന്നുണ്ട്. ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. വെയിലാണെങ്കിൽ തീരെ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ച് നല്ല. പിന്നെ എന്താ വെച്ചാൽ ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയുണ്ട് നമ്മളെ നെറ്റിച്ചൂട്ടൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ചുവട്ടിലെ തൊപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചുവട്ടിൽ ഒരു റിപ്പണായിട്ട് ഇങ്ങനെ കൊടുത്തിക്കുകയാണ്. ഡിസൈനൊക്കെ ഇഷ്ടമാണോ? ഓക്കെ, മാല ഉണ്ടാവും, 3 തട്ടുള്ള 3 പില്ലുള്ള മാല. ഇത് നമ്മൾ ലേഡീസ് ബാറ്റിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക. ഇനിയുള്ള മുതൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. എല്ലാവർക്കും ഫാമിലി ആയിരിക്കും ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, നല്ല കമൻറ്റ്, നല്ല സന്തോഷിക്കുന്ന കമൻറ്റ് എഴുതുക. നല്ല കുട്ടികളായിട്ട് സന്തോഷമായിരിക്കും. എൻ്റെ പ്രവാസികൾക്ക് ഒരു പാട്ട് പാടാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മൻസൂർ റിയാദ്, കുഞ്ഞിപ്പ സൗദിയാന്ന് തോന്നുന്നു, കുഞ്ഞിപ്പ. എല്ലാവർക്കും ഒരുപാട് സെലു കിച്ചൻ്റെ ആശംസകൾ നേരുന്നു. എല്ലാ പ്രവാസികളും നമ്മളെ കട്ട ഫാനുകൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സെലു കിച്ചൻ ആശംസ നേരുന്നു. നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. വളരെ
സ്നേഹമുള്ളവരാണെന്നും അറിയാം. നിങ്ങൾക്ക് ഒരു പാട്ട് പാടാം. പൊന്നു പ്രവാസികളെ, നിങ്ങൾ നാട്ടിലേക്ക് എന്നാ വരുന്നത്? ഞങ്ങളൊക്കെ മറന്നോ? ഭാര്യ മക്കളെ വിട്ട് ഗൾഫ് രാജ്യത്ത് പോയി കഷ്ടപ്പെടുന്നവരല്ലേ നിങ്ങൾ? കഷ്ടപ്പാടേറെ സഹിച്ചവരിൽ ഒരുപാട് ആരോഗ്യത്തിൽ ഒരുപാട് സന്തോഷത്തിൽ എല്ലാവരും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രവാസികളും സന്തോഷമായി ദീർഘായുസ്സോടെ നാട്ടിലേക്ക് വരാനുള്ള ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സിലകുച്ചന്. പിന്നെ നിങ്ങളെ കൂടെ എൻ്റെ കൂടെ പ്രാർത്ഥനയും ഉണ്ടാവും കേട്ടോ. എനിക്കൊരു ചെറിയൊരു കൊച്ചാഗ്രഹമുണ്ട്. എനിക്കിപ്പോൾ ഒരു കൊച്ചു ഫോണ് നിങ്ങളാരെങ്കിലും ഗിഫ്റ്റ് തന്നാത്തൊരു സന്തോഷം. എനിക്കെന്താ ഒരു ഐഫോണിന് വല്ല ആഗ്രഹമുണ്ട്. പക്ഷേ വാങ്ങാനുള്ള ക്യാഷ് ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലേലും യൂട്യൂബിൻ്റെ കിട്ടാനായിട്ടുമില്ല. ആ ഒരു ലഗോട്ടായി പോയി എൻ്റെ കൈയ്യട്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും നേടാനും കഴിഞ്ഞില്ല. ആകപ്പാടൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വളരെ സന്തോഷിക്കാനും കഴിയില്ല, ദുഃഖങ്ങളേറായിട്ടിടും. എന്നാലും ഇങ്ങനെ പോകണ്ട ഒരു പോക്ക്. ഒന്നല്ലെങ്കിൽ ഒന്ന് ഹസ്ബൻഡിന് വയ്യാത്ത കാരണമായിട്ട് എപ്പോഴാന്നുള്ള പേടി. ഒരു ഫോൺ കോൾ വരുമ്പോൾ പേടിയാണ്, ഭയങ്കര ടെൻഷന്. എന്താ ചെയ്യുക? നിങ്ങളൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ടെൻഷൻ മാറ്റണത്. സന്തോഷിപ്പിക്കുന്ന കമൻ്റൊക്കെ ഇട്ട് നല്ല ടെൻഷൻ വരുമ്പോൾ നിങ്ങളൊന്ന് ഓർത്താൽ മതി, സന്തോഷം കിട്ടും. എൻ്റെ ജെസ്സിയുടെ കൂടെ ഇടയ്ക്കൊക്കെ പുറത്ത് പോവുക, അതൊക്കെ വളരെ സന്തോഷമാണ്. ജെസ്സി ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇന്നലെ റാബിനൗസിൻ്റെ അടുക്ക് പോയി. അങ്ങനെ ഓരോ സ്ഥലത്തേക്കും ഓൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം എൻ്റെ സങ്കടങ്ങളൊക്കെ ഓരോന്ന് പറയാനും ഓളെ വിളിച്ചുമ്പോൾ ഓളോട് സങ്കടം എല്ലാ കാര്യങ്ങളും ഞാൻ ഓളോട് ഷെയർ ചെയ്യാതെ. പിന്നെ ഷാനുവിൻ്റെ കൂടെ ഉണ്ടാവുന്നിടത്തോളം എനിക്ക് സന്തോഷം തന്നെ ഉണ്ടാവുള്ളൂ. ഷാനു ഇല്ലാത്ത ഒരിതാണ് എനിക്ക് ആലോചിക്കാൻ വയ്യ. പക്ഷേ ഓന് ദുബായിക്ക് പോകുന്നു പറയുന്നല്ലാതെ ഭയങ്കര വിഷമമായിക്കാരം എനിക്ക്. ഷാനുവിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ വല്ലാത്ത സങ്കടം. എല്ലാവരും കുറേ ഇപ്പോൾ മെച്ചപ്പെട്ടുക്കണു. മുർഷിമോനും രക്ഷപ്പെട്ടുക്കണു. പുള്ളറ്റുമാനിക്കായാലും അവർക്കൊക്കെ ഓരോരോ വരുമാനങ്ങളായി. അതിന് പറ്റിയത് ഇപ്പോൾ ഷാനുവിനാണ് ഒന്നുമില്ലാത്തത്. അത് നിങ്ങളെല്ലാവരും കൂടെ വിജയിപ്പിച്ച് ഷാനുവിൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്കൊക്കെ കൊടുത്താൽ തന്നെ ഈ സെലൂരും ഒരു സന്തോഷമാവുള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഏതിനും കൂടെ നിന്നിട്ട് എനിക്ക് വേർപിരിയുമ്പോൾ ഒരു സങ്കടം തോന്നും. പക്ഷെ ഞങ്ങൾ വേർപിരിത്തല്ലേ, പിരിയാൻ പഠിച്ചോനയക്കല്ലേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന ഉള്ളൂ. എന്നാൽ ഷാനുവിന് അത്രമാത്രം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അനിയനെ പോലെ തന്നെയാണ്. പക്ഷേ നിങ്ങളങ്ങനെ പറയുമ്പോൾ അതിലുപരി അതും ചിന്തിച്ചു പോവും. എനിക്ക് പലതും തോന്നിപ്പോവുകയാണ്. നിങ്ങളങ്ങനെ എന്നോട് പറയല്ല കേട്ടോ. ഇല്ലാത്ത മോഹങ്ങളൊക്കെ ഉണ്ടാവുന്നത് നിങ്ങൾ ഈ പറഞ്ഞതുകൊണ്ടാണ്. ഷാനുവിന് അനിയനായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ പിന്നെ എനിക്ക് പലതും തോന്നിപ്പോവുകയാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുകയാണ്. അതെന്താ വെച്ചാൽ ഷാനുവിനോടുള്ള ആത്മാർത്ഥതായിരിക്കും, അല്ലെങ്കിൽ ഷാനുവിൻ്റെ സ്നേഹമായിരിക്കും, എന്താണെന്നറിയില്ല. ഷാനുവിനെ എനിക്ക് ഒരാളോട് സംസാരിക്കണ എനിക്കിഷ്ടമല്ല, അതുപോലെ ഒരാൾ നോക്കണ ഇഷ്ടമല്ല. അതുപോലെ ലൈവിൽ വന്ന് തന്നെ പ്രപ്പോസ് ചെയ്യട്ടെ എന്ന് പറയുമ്പോഴും അത് വേണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അത്രമാത്രം ഷാനുവിനോട് ഒരുപാട് മുഹബത്താ മക്കളെ. പക്ഷേ പിന്നെ ആലോചിക്കുമ്പോൾ തെറ്റല്ലേ, ഞാൻ ഒരാളെ ഭാര്യയല്ലേ, ഞാൻ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഒന്നും തോന്നിപ്പോവും. പക്ഷെ നിങ്ങളിങ്ങനെ ഷാനുവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ എനിക്ക് ആകാംക്ഷ കൂടും തന്നെയാണ്. ഷാനുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആകാംക്ഷ തോന്നും. അപ്പം അങ്ങനെ ആയാൽ മതി, അങ്ങനെ എൻ്റെ കൂടെ നിൽക്കുമോ, എൻ്റെ കൂടെ എൻ്റെ എല്ലാം ആവും, അങ്ങനെയും തോന്നിപ്പോവും. അങ്ങനെ പഠിച്ചവനാക്കിയാൽ ആവുന്നു. അതും മനസ്സിൽ വല്ലാത്തൊരു വിഷമമാണ്. ഷാനുവിനെ പോലത്തെ ഒരാളെ കിട്ടുക വെച്ചാൽ പുണ്യം ചെയ്യണം. പക്ഷെ അത്രയ്ക്ക് പഠിപ്പും വിവരവും അല്ല, ഓൻ്റെ സ്നേഹത്തിലാണ് ഞാൻ അടുത്തത്.
വെളുപ്പിലും കാര്യമില്ല, സൗന്ദര്യത്തിലൊന്നുമല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നെ സ്നേഹിക്കാൻ വയ്ക്കും സാനുവിന്. അത് എല്ലാ സാധനവും ഒരുപാട് ഗുണങ്ങളുണ്ട്, നല്ല ഗുണങ്ങളുണ്ട് അവനടുത്ത്. പക്ഷെ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ അവനക്ക് കെയർ ചെയ്യാനും പാട്ട് പാടാനും അതുപോലെ എല്ലാവിധ അറ്റൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാഗ്യമാണ്. ഒരു സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊതുവേ കല്യാണം കഴിച്ചോലൊന്നും അധികം ഒരു സുരക്ഷിതമായൊരു അന്തരീക്ഷത്തിലല്ല ഈ സമൂഹത്തിലുള്ളവർ. കല്യാണം കഴിച്ച് പിറ്റേന്ന് ഡൈവോഴ്സ് ആവുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പൊന്നു മക്കളെ, ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ്. അപ്പോൾ ഷാനുവിനെ പോലുള്ള ആൾ കല്യാണം കഴിച്ചാൽ ഭയങ്കര സന്തോഷം. അവർ കെട്ടുന്ന പെണ്ണിന് ഭാഗ്യമാണ്. അത് വെച്ചാൽ ഷാനു അങ്ങനെയാണ് അവൻ്റെ ക്യാരക്ടർ. അതാരും ആഗ്രഹിച്ചു പോകും. എന്നെക്കൊണ്ട് പാട്ട് പാടിക്കുക, ഒരു മോഹം സാധിപ്പിച്ചു തരും. എന്ത് മോഹം നമ്മൾ പറയുന്നത് ഓനെക്കൊണ്ട് കഴിയുന്നത് സാധിപ്പിച്ചു തരും. അതാണ് സാനു എന്ന് പറഞ്ഞാൽ 2 മാസമായോളം പരിചയപ്പെടുത്തി 3-ാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് അത് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കൂല സാനു. അതാണ് സാനുവിൻ്റെ ക്യാരക്ടർ. എല്ലാവർക്കും ഓൻ്റെ സംസാരം കേട്ടാൽ നല്ല ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെതും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ കാര്യത്ത് മാത്രമേ ഉള്ളൂ, അല്ലാതെ തമാശയും കളിയും ചിരിയും ഒന്നും അല്ല. കാര്യം നേരെ പോവാണ്. അതന്നെ എൻ്റെ ക്യാരക്ടറനുസരിച്ചിട്ട് യോജിക്കും സാധനം കേട്ടോ. അതൊക്കെ എനിക്ക് വല്ല ബോധ്യമുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ചേർച്ച ഒട്ടുണ്ടാവില്ല. അനിയനും പെങ്ങളും തന്നെ ആയിരിക്കും. അത് നിങ്ങൾ ഒരിക്കലും എന്നോട് ഇങ്ങനെ പറഞ്ഞ് മോയെ കൂട്ടരുതെന്നാണ് ഞാൻ പറയുന്നത്. കമൻറ്റിലൂടെയും ലൈവിലൂടെ കൂടുതലും അവനങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ടോർച്ചർ ചെയ്യും പോലെ അത് ഇറിറ്റേഷൻ വരുന്നുണ്ടായിരുന്നു. പക്ഷെ സാനൂനങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യോ അതൊന്നും നിങ്ങളെ ഭാഗത്തുനിന്ന് എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമൻറ്റ് വരരുത്. ഷാനു എൻ്റെ ആങ്ങള തന്നെ ആയിരിക്കും, മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കൊരു ഭർത്താവുണ്ട്, അത് ഞാൻ ഒത്തു ജീവിക്കാൻ ഇനിയിപ്പോൾ അധികം കാലങ്ങളൊന്നുമില്ല. അങ്ങനെ അള്ളാൻ്റെ വിധി എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ നടക്കും. അത്ര ഉള്ളു പറയാൻ. വേറെ ഒന്നും പറയാനില്ല. വല്ലാത്തൊരു കുഴപ്പത്തിലാണ് ഇപ്പം ഞാനുള്ളത്. ഉള്ളോണ്ട് കരയും, പുറം കൊണ്ട് ചിരിക്കുന്നൊരു സെലൂക്കിച്ചനാണ് ഇപ്പം നിങ്ങളെ മുന്നിലിങ്ങനെ ഓരോന്ന് പറയുന്നതും. പറ്റുന്ന നമ്മൾ പ്രതീക്ഷ ഇങ്ങനെ തരരുത്. മറ്റേ ഷാനുവിന് അതിഷ്ടമല്ല. ഒന്നാമത്തത് അപ്പോൾ ഷാനുവിൻ്റെ കൂടെ പോരാ നമുക്ക് ഉണ്ടാക്കും. പെരുന്തൽമണ്ണക്ക് ആ ബസ് കയറാറുണ്ട്. ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും മാറി നിന്നു. അപ്പോൾ ഒരുമാതിരി അകലുന്ന മാതിരി തോന്നിപ്പോകുന്നു. ഭയങ്കര ഒരു വിഷമമുണ്ടാക്കിയൊരു കാര്യം ഇന്നും ഓൻ്റെത് പറഞ്ഞു. ഓനിക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആരായാലും അങ്ങനെ തന്നെയാണല്ലോ. മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ആർക്കായാലും അത് പോല. ഒരു ഭാര്യയെ ഒരു ഭർത്താവുള്ള ഞാൻ സാനുവിനെ വേറെ ചീത്തപ്പേരുണ്ടാക്കാനൊന്നും ആരും ആഗ്രഹിക്കരുത്. സാനു അങ്ങനത്തെ ഒരാളേ അല്ല. സാനുവിൻ്റേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളെ കണ്ടറിയണം. അത് നിങ്ങൾക്കും അറിയണം തന്നെയാണ് ഞാനും ചേരൂലെന്ന്. പിന്നെ അതന്നെ നിങ്ങളിങ്ങനെ ആവർത്തിച്ച് കമൻ്റ് ഇടുമ്പോഴും മനുഷ്യന് വല്ലാത്തൊരു ഇറിറ്റേഷനും ആ ലൈവിൽ വരാതാണ് എനിക്ക് മടി. നിങ്ങൾ ഷാനുവിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇമോഷണൽ ആവുകയാണ്. അതുകൊണ്ട് ഞാൻ ബൈ.